നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മുടെ റബ്ബർ മരത്തിന്റെ റെയിൻ ഗാർഡിങ്ങും പട്ട സംരക്ഷണമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ മഴക്കാലം ആകുമ്പോഴത്തേക്ക് എല്ലാവരും റെയിൻ ഗാർഡ് ഇടും. അപ്പോൾ എന്തിനാണ് ഈ റെയിൻ ഗാർഡ് ഇടുന്നത്? ഇപ്പം നമ്മൾ 75% ആൾക്കാരും പറയും ഞങ്ങൾ റെയിൻ ഗാർഡ് ഇടുന്നത് മഴയത്ത് വെട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. പക്ഷേ അതല്ല ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ മഴയത്ത് വെട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ റെയിൻ ഗാർഡ് ഇടേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ കൂടുതലായിട്ടും ഈ പട്ടമരവൊക്കെ വരാനായിട്ടുള്ള കാരണമാകുന്നത്. ഇപ്പം നമ്മൾ ഈ സാധാരണ നമ്മൾ റെയിൻ ഗാർഡ് ഇടുമ്പോഴത്തേക്ക് ചിലർ ഷെയ്ഡ് ഇടും, ചിലർ പ്ലാസ്റ്റിക് ഇടും. അപ്പോൾ ഷെയ്ഡ് ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീതിയൊന്നും കാണത്തില്ല. നമ്മളിപ്പോൾ ഒരു മഴ വന്നു, ഇപ്പം നമ്മളൊരു കുട പിടിച്ചുകൊണ്ട് നിന്നാൽ തന്നെ കുടയ്ക്ക് നല്ല വീതി വിസ്താരമുണ്ട്. അപ്പോൾ ഒരു പെരുമഴ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ കുട പിടിച്ചുകൊണ്ട് നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരം നനയും, ഈർപ്പമടിക്കും. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ റബ്ബർ മരത്തിന്റെ ഷെയ്ഡ് ആണെങ്കിൽ തന്നെ ഒരുപാട് വീതിയൊന്നുമില്ല, കുറച്ച് അകലേ ഉള്ളൂ വീതി. അപ്പം നമ്മൾ ഈ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി താന്നായിരിക്കും പട്ട കിടക്കുന്നത്. അപ്പോൾ ഒരു മഴ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ പട്ട നനയാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നനയും, എറിച്ചിലടിച്ച് നനയും. പക്ഷെ നോട്ടത്തിൽ നമുക്കത് കാണാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിലും പക്ഷെ അത് നനയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ടാപ്പിംഗ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഈ അടഞ്ഞ മഴയുള്ള സമയത്ത് നമ്മൾ ടാപ്പിങ്ങിന് ഇറങ്ങാതിരിക്കുക. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 മണിക്കൂറിന് ശേഷമാണ് ടാപ്പിംഗ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ റെയിൻ ഗാർഡ് ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മഴ പെയ്ത് ഇപ്പം നമ്മൾ ടാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പം പകുതി ടാപ്പിംഗ് കഴിയുമ്പോഴത്തേക്ക് ഒരു മഴ വന്നു. അപ്പോൾ ആ മഴ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റബ്ബർ മരത്തിന്റെ പട്ടയ്ക്ക് പ്രശ്നം വരാതിരിക്കാനും അതുപോലെ പാല് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ റെയിൻ ഗാർഡ് ഇടേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല കാലാവസ്ഥയായിരിക്കും, നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല കാലാവസ്ഥയായിരിക്കും. പെട്ടെന്നായിരിക്കും നമ്മൾ ഈ ജൂൺ മാസം ജൂലൈ മാസമൊക്കെ നമുക്ക് ഈ കാലാവസ്ഥ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ വെട്ടി അങ്ങോട്ട് പകുതി ആകുമ്പോഴായിരിക്കും പെട്ടെന്ന് കയറി മഴ വരുന്നത്. അപ്പം ചിലർ ചോദിക്കും, നമ്മൾ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എറിച്ചിലടിച്ച് നനയും എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കും. പക്ഷെ എന്നാലും ഡയറക്റ്റായിട്ട് വെള്ളം വീഴുന്നതിന് അത്രയും ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം നമ്മളത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്കത് റെയിൻ ഗാർഡ് ഇട്ടില്ലെങ്കിലോ? അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ഈ പട്ടയിൽ വെള്ളം വീണ് ഈ പട്ട അഴുകിപ്പാനുള്ള കാരണമാകുന്നുണ്ട്, പട്ട പഴുത്തു പോകാനുള്ള കാരണമാകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ റെയിൻ ഗാർഡ് ഇടേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മൾ ചിലർ വിചാരിക്കും ഞങ്ങളുടെ മരത്തെ പ്ലാസ്റ്റിക് ഇട്ടുണ്ട്, യാതൊരു കാരണവശാലും ഇത് നനയില്ല, ഞങ്ങൾക്ക് ഏത് മഴയത്ത് വേണമെങ്കിലും വെട്ടാം, ഇതെങ്ങനെ ഇത് നനവ് പിടിക്കും? പക്ഷേ അതല്ല. അപ്പം നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈർപ്പം പിടിച്ച് പട്ടയ്ക്ക് ചെറിയൊരു നനവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ മരങ്ങൾ നമ്മൾ ആഴ്ചയിൽ 3 ടാപ്പിംഗിൽ കൂടുതൽ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അപ്പം ചിലർ വിചാരിക്കും ഞങ്ങൾ ഈ റെയിൻ ഗാർഡ് ഇട്ടിരിക്കുവാന്നല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ടാപ്പിംഗ് ചെയ്യാമെന്ന് വരും. പക്ഷെ അങ്ങനല്ല. നമ്മൾ ഇപ്പം ഈ ഉണക്കുള്ള സമയം നോക്കി നമ്മൾ ഒരു ദിവസം കൂടുതൽ വെട്ടിയാലും ഈ മഴയത്ത് നമ്മൾ അടുപ്പിച്ച് ടാപ്പിംഗ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തന്നെയല്ല, നമ്മൾ ഈ ടാപ്പിംഗ് നമ്മളായിരിക്കത്തില്ല, തോട്ട ഉടമസ്ഥനായിരിക്കത്തില്ലല്ലോ ഈ ടാപ്പിംഗ് ചെയ്യുക. അപ്പം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ടാപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഈ ചെറിയ നനവൊന്നും പ്രശ്നമാക്കത്തില്ല, അതൊക്കെ അവരങ്ങ് ടാപ്പിംഗ് ചെയ്തു പോകാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ടാപ്പിംഗ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ടാപ്പിംഗ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സമയം കഴിഞ്ഞു പോകും. ചിലപ്പോൾ നമ്മൾ 6 മണിക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞ് 9 മണിക്ക് വെട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം പോകും. നമ്മൾ 8 മണിക്ക് ശേഷം പിന്നെ റബ്ബർ വെട്ടിയിട്ട് കാര്യമില്ല. പിന്നെ തന്നെയല്ല, നമ്മൾ അത് ഓവറായിട്ട് മരം നനഞ്ഞു കിടക്കുമെന്നുണ്ടെങ്കിലും ഈ കൂടുതലായിട്ട് പാല് ഇറങ്ങി വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പം നമ്മുടെ റബ്ബർ മരം നല്ല ഉണങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ചിരട്ടയിലോട്ട് കൂടുതലായിട്ട് പാല് ഇറങ്ങി വരത്തുള്ളൂ. നല്ല മരം കൂടുതലായിട്ട് ഇങ്ങനെ നനഞ്ഞു കിടക്കുന്ന സമയത്ത് പാല് ഇറങ്ങി വരുന്നതിൻ്റെ അളവ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പട്ട സംരക്ഷിക്കണം. നമ്മൾ ഓരോ 10 ദിവസം കൂടുമ്പോൾ M45 കീടനാശിനി വെച്ച് നമ്മൾ പട്ട കഴുകി കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇത് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മൾ അതിൻ്റെ തന്നെ എക്സ്പിരി ഡേറ്റ് ഉണ്ട്, 3 വർഷം എക്സ്പിരി ഡേറ്റ് ആണ് പറയുന്നത്. നമ്മൾ ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങുമ്പം ഒരു 3 വർഷമായിരിക്കും എക്സ്പിരി ഡേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 2025 ഡിസംബർ കൊണ്ട് എക്സ്പിരി ഡേറ്റ് തീരുന്ന ആ പാക്കറ്റ് മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു 3 വർഷം എക്സ്പിരി ഡേറ്റ് ഉള്ള മുൻപോട്ടുള്ളത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 വർഷം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു 50-100 മരമൊക്കെ ഉള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് തീരത്തില്ല. നമ്മളൊരു 3-4 വർഷമൊക്കെ അത് ഉപയോഗിച്ചെങ്കിൽ അത് തീരത്തുള്ളൂ. അപ്പം നമ്മൾ എക്സ്പിരി ഡേറ്റ് കൂടുതലുള്ള മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ 2025 2028 വരെയുള്ള
ഒരു എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ 27 വരെയുള്ള എക്സ്പയറി ഡേറ്റ് ഉള്ളത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 25, 26, 27, 3 വർഷം ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ റബ്ബർ കോട്ട് അടിച്ചു കൊടുക്കേണ്ട സമയം ഇപ്പോഴാണ്. മഴക്കാലത്താണ് നമ്മൾ റബ്ബർ കോട്ട് അടിച്ചു കൊടുക്കേണ്ടത്, ഉണക്ക് സമയത്തല്ല. നമ്മൾ ഈ റബ്ബർ കോട്ട് വാങ്ങുമ്പം നമുക്ക് ചില ഇതൊക്കെ എന്ന് പറയുമ്പോൾ ചില റബ്ബർ കോട്ട് വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ഓയിൽ കൂടുതലായിരിക്കും. നമ്മൾ റബ്ബർ ബോർഡിന്റെ തന്നെ റബ്ബർ കോട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക, അത് നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ പൂർണ്ണമാകുന്നു. കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.